17ാം നൂറ്റാണ്ടിലെ 2 ഖബറുകൾ സ്ഥിതി ചെയ്യുന്ന മതിൽക്കെട്ടിന് പുറത്തെ സർക്കാർ ഭൂമിയിലാണ് അതുവരെ ഇല്ലാതിരുന്ന 5 ഖബറുകൾ ഒറ്റയടിക്ക് രാത്രിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇവ സിമന്റ് തേച്ച് വൃത്തിയാക്കി പടുത്തുയർത്തിയിരുന്നു. ഗ്രാമത്തിൽ 5 പേർ ഒന്നിച്ചു മരിച്ചതായി ആർക്കും അറിവുണ്ടായിരുന്നില്ലെന്നും ഈ ഖബറുകൾ വ്യാജമായിരുന്നുവെന്നും പ്രാദേശിക പത്രപ്രവർത്തകനായ വിനോദ് ജെയിൻ ചൂണ്ടിക്കാട്ടി. सुबह जब कॉलोनी के लोगों को पता चला कि यहाँ ऐसे कब्रें हैं, इकट्ठे हो गए थे, बहुत सारे अफवाह भी हो गई थी कि भाई जैसे रोज़ हो जाता है एक समुदाय में, रोज़ हो गया था भाई यहाँ कब्रें रात में कहाँ से 5 मर गए, दफन हो गए यहाँ. മുസഫർ നഗർ കലാപത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങളിലൊന്നായ ലിസാഡ് ഗ്രാമം ഉൾപ്പെടെ നിരവധി പ്രശ്നസാധ്യതാ പ്രദേശങ്ങളുടെ ഇടയിലായിരുന്നു ഈ ഖബറുകൾ പ്രത്യക്ഷപ്പെട്ട ഗ്രാമം. മുസ്ലിങ്ങൾ സർക്കാർ ഭൂമി കയ്യേറിയെന്നാരോപിച്ച് ബിജെപിയുടെ നൂറുകണക്കിന് പ്രവർത്തകർ തടിച്ചുകൂടിയതോടെ ജിൻജാന സംഘർഷഭരിതമായി മാറുകയായിരുന്നു. ഇതോടെയാണ് മുനിസിപ്പൽ ചെയർമാൻ ഹാജി സർഫറാസ് ഖാൻ നേരിട്ടെത്തി ഖബറുകൾ പൊളിച്ചു നീക്കിയത്. 15-2000 आदमी हो रहे होंगे, कई गाँवों में से जाट लोग, कोई मोटरसाइकिलों की लाइन लगी हुई थी. मैंने उनको कहा भाई क्या बात है, ये इतनी भीड़ क्यों हो रही है यहाँ? कहना जी कब्रिस्तान बन गए. वहाँ कागजों में भी बन गए क्या? अगर तुम कब्रिस्तान ये कागजों में भी फिट कर देगा कब्रिस्तान, अरे जिसने बनाई यहाँ कब्रिस्तान नहीं हटाओ ले जो नबी है तो. വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ ഒരു സംഘം ആളുകൾ ബോധപൂർവം നടത്തിയ നീക്കമാണിതെന്നാണ് ആരോപണമുയരുന്നത്. അതേസമയം പ്രദേശത്ത് സമാധാനം നിലനിൽക്കലാണ് അത്യാവശ്യമെന്നും ഇതിലെ പ്രതികൾ ആരെന്ന് കണ്ടെത്തിയാൽ പോലും അവർക്കെതിരെ വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചതിന് കേസ് എടുക്കരുതെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ജിൻജാന ഗ്രാമത്തിൽ 300-ലേറെ വർഷം പഴക്കമുള്ള ഹക്കീം മൗലാന മുഹമ്മദ് അഷ്റഫിന്റെ ഖബറിന് പുറത്തുള്ള സർക്കാർ ഭൂമിയിൽ അർദ്ധരാത്രിയിൽ പ്രത്യക്ഷപ്പെട്ടത് 6 ഖബറുകളായിരുന്നു. ഇത് ആര് കുഴിച്ചു എന്നത് ഗ്രാമീണർക്കും അറിയില്ല, പോലീസിനും അറിയില്ല. ഇതേക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും വിഷയം വർഗീയമായി കത്തിച്ചെടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തി. ക്യാമറമാൻ പ്രമോദിനോടൊപ്പം എ റഷീദുദ്ദീൻ, മീഡിയ 1.